ശരിക്തമായ അദ്ദേഹത്തിന്റെ പ്രയോഗങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ട്. മുസ്ലിം സമുദായത്തെ പച്ചക്ക് വർഗീയമായി ആക്ഷേപിക്കുന്ന പദപ്രയോഗങ്ങളാണ് വെള്ളാപ്പള്ളിയുടെ നാവിൽ നിന്ന് വന്നിട്ടുള്ളത്. അതോടൊപ്പം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ ഇന്നേവരെ ഒരു ഉറുമ്പിനെ പോലും രക്ഷപ്പെടുത്താൻ, ഞാൻ അങ്ങനെ പറയുകയാണ്, ഞാൻ ഈ വേദിയിൽ നിന്ന് പറയാനുള്ള ഒരു കാര്യം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കഴിഞ്ഞ 16-ാം തീയതി കടുവരത്തിലേക്ക് പോകേണ്ടിയിരുന്ന നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അഭിമന്യരായ നമ്മുടെ ഉസ്താദ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ചെയ്തിട്ടുള്ള ഒരു സേവനം എല്ലാ വാർത്താമാധ്യമങ്ങളും സമൂഹവും അക്ഷരാർത്ഥത്തിൽ അപ്രിസിയേഷൻ ലഭിച്ച ഒരു പ്രവർത്തനമായിരുന്നു. നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നായിരുന്നു. മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വത്തെ, അതിന്റെ അമരത്ത് നിൽക്കുന്ന ആളുകൾ അവരുടെ ക്വാളിറ്റി എന്താണ് എന്നുള്ളത് പൊതുസമൂഹത്തിൽ തിരിച്ചറിയാൻ ഉതകുന്ന വിധത്തിലായിരുന്നു അഭിനന്ദനായ കാന്തപുരം ഉസ്താദ് ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. 4 ദിവസങ്ങൾക്കപ്പുറം, ഇന്ന് 20-ാം തീയതിയാണല്ലോ, 16-ാം തീയതിയാണ് ആ വധശിക്ഷ മരവിപ്പിച്ചത്. 14-ാം തീയതിയാണ് കാന്തപുരം ഉസ്താദ് അതിൽ ഇടപെടുന്നത്. ഈ കാലം അത്രയും ഇതുപോലെ ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ള ഘട്ടങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ മുസ്ലിങ്ങളുടേതല്ലാത്ത വിഷയങ്ങൾ തന്നെ പലപ്പോഴും വന്നു. ആ ഘട്ടങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് കൃത്യമായ നയതന്ത്ര പാഠവത്തോടുകൂടി അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കിയത് നമ്മുടെ നേതാക്കന്മാരാണ്, നമ്മുടെ ഉലമാക്കളും ഉമറാക്കളുമാണ്. ആ കമ്മ്യൂണിറ്റിയെ, ആ സമുദായത്തെയാണ് ഈ വിധത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ വെള്ളാപ്പള്ളിയെ പോലെയുള്ള, അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽപ്പെട്ട ശശികല ടീച്ചർ പോലെയൊക്കെയുള്ള ആളുകൾ ഇങ്ങനെ നിരന്തരം മോശമാക്കി ചിത്രീകരിക്കുന്നു. അത്തരത്തിലുള്ള ആളുകൾക്ക് വായടപ്പൻ മറുപടി കൊടുക്കാൻ അവർ പറയുന്നതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എന്ന് പറയാറുണ്ട്. അതൊരു പദപ്രയോഗമാണ്. ആ വാക്ക് എന്താണോ അർത്ഥമാക്കുന്നത് ആ അർത്ഥത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിന് മറുപടി കൊടുക്കാൻ നമ്മുടെ സമുദായത്തിൽ പുതിയ തലമുറ ഉണർന്നു വരേണ്ടതുണ്ട്, ഉയർന്നു വരേണ്ടതുണ്ട്. അത് വെറുതെ ഉണ്ടാവുകയില്ല.